നമസ്കാരം. ദേവസൈന്യയിലേക്കും ക്ഷേത്ര ഐതിഹ്യത്തിന്റെ പുതിയൊരു പങ്ക്തിയിലേക്കും ഏവർക്കും സ്വാഗതം. വൈക്കം മഹാദേവ ക്ഷേത്രം ഭാഗം 6. ഇനി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തിയെക്കുറിച്ച് വിശദമായി അറിയാം. തിരുവൈക്കത്തപ്പൻ ശിവൻ. വൈക്കം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. സദാശിവ സങ്കല്പത്തിലുള്ളതാണ് ഈ പ്രതിഷ്ഠ. ശാന്തഭാവം നിറഞ്ഞ ഭഗവാൻ ഇവിടെ ശിവലിംഗ രൂപത്തിൽ കിഴക്കോട്ട് ദർശനമായി വാഴുന്നു. അനാദികാലം മുതലുള്ള പൂജകൾ ഏറ്റുവാങ്ങി സംതൃപ്തനായ ഭഗവാൻ ഇവിടെ ഒരു ദിവസം 3 ഭാവങ്ങളിൽ ദർശനം നൽകുന്നു. രാവിലെ സകല മുനിഗണങ്ങളാലും വന്ദിതനും പ്രപഞ്ചത്തിന്റെ ആദിഗുരുവുമായ ദക്ഷിണാമൂർത്തിയായും, ഉച്ചയ്ക്ക് അർജുനനെ പരീക്ഷിച്ച് പാശുപതാസ്ത്രം നൽകി ശാന്തനാക്കാൻ അവതരിച്ച കിരാതമൂർത്തിയായും, വൈകിട്ട് കൈലാസത്തിലെ രത്നപീഠത്തിൽ വാമാങ്കത്തിൽ പാർവതീദേവിയെയും ഗണപതിയെയും സുബ്രഹ്മണ്യനെയും മടിയിലുമിരുത്തി ദർശനം നൽകുന്ന രാജരാജേശ്വരനായും, രാവിലത്തെ ദർശനം കൊണ്ട് വിദ്യാലാഭവും ഉച്ചയ്ക്കത്തെ ദർശനം കൊണ്ട് ശത്രുനാശവും വൈകിട്ടത്തെ ദർശനം കൊണ്ട് കുടുംബസൗഖ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം. അന്നദാന പ്രഭുവായ വൈക്കത്തപ്പന്റെ ഏറ്റവും പ്രധാന വഴിപാട് പ്രാതൽ ആണ്. പിന്നീടുള്ള പ്രധാന വഴിപാടുകൾ ആനന്ദപ്രസാദം, സഹസ്രകലശം, ദിവ്യകലശം, 1000 കലശം, 1000 കുടം, ക്ഷീരധാര, ജലധാര, ആലുവിളക്ക് എന്നിവയാണ്. അഷ്ടമി പിറ്റേന്ന് നടത്തുന്ന മുക്കുടി നിവേദ്യവും വിശേഷമാണ്. ഇനി ഉപദേവതകൾ. ഗണപതി. ഭാരതത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും മുഖ്യദേവനായോ ഉപദേവനായോ ഗണപതിക്ക് പ്രതിഷ്ഠകളുണ്ടാകും. ഏതൊരു ശുഭകർമ്മവും നിർവിഘ്നം പര്യവസാനിക്കാൻ ഗണപതിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് തുടങ്ങുന്നത്. ശിവപാർവതി പുത്രനായ ഗണപതിക്ക് വൈക്കം ക്ഷേത്രത്തിൽ 3 ഇടങ്ങളിലായി 4 പ്രതിഷ്ഠകളുണ്ട്. ഒന്ന് നാലമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിനോട് ചേർന്നുള്ള പ്രത്യേകം ശ്രീകോവിലിൽ. അവിടെ പഞ്ചലോഹ നിർമ്മിതമായ 2 വിഗ്രഹങ്ങളാണ് ഉള്ളത്. 4 അടി ഉയരം വരുന്ന വലിയ വിഗ്രഹം മഹാഗണപതിയെയും 2 അടി ഉയരം വരുന്ന ചെറിയ വിഗ്രഹം ബാലഗണപതിയെയും പ്രതിനിധീകരിക്കുന്നു. കിഴക്കോട്ടാണ് 2 പ്രതിഷ്ഠകളുടെയും ദർശനം. ഇതാണ് ഏറ്റവും ആദ്യം വന്ന പ്രതിഷ്ഠകൾ. അടുത്തത് ബലിക്കൽപുരയുടെ വടക്ക് കിഴക്കു ഭാഗത്തുള്ള സ്തംഭഗണപതിയാണ്. ബലിക്കൽപുരയിൽ വടക്ക് കിഴക്കായി ഗണപതിയുടെ ഒരു ശിലാവിഗ്രഹം പടിഞ്ഞാട്ട് ദർശനമായി കാണാം. 4 അടി ഉയരം വരുന്ന ഈ വിഗ്രഹം സ്വയംഭൂവാണെന്നാണ് വിശ്വാസം. ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ വൈക്കത്തെ ജനങ്ങൾ ഒരു യക്ഷിയുടെ ഉപദ്രവം കാരണം സഹികെട്ട് വ്യാഘ്രപാദ മഹർഷിയെ സമീപിച്ചു. മഹർഷി ഉടനെ തന്നെ ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചു. ഉടനെ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ തൻ്റെ ഭൂതഗണങ്ങളിലൊരാളായ തൃശൂലിയോട് യക്ഷിയെ കൊല്ലാൻ നിർദ്ദേശം നൽകി. തുടർന്ന് തൃശൂലി പേരിനെ അന്വർത്ഥമാക്കും വിധത്തിൽ ആയുധമായ തൃശൂലവുമായി വന്ന് യക്ഷിയെ 3 കഷ്ണങ്ങളാക്കി 3 ഭാഗങ്ങളിലേക്ക് എറിഞ്ഞു. അതിൽ ഒരു ഭാഗം വൈക്കം ക്ഷേത്രത്തിന് തെക്കുഭാഗത്തുള്ള അരിമ്പുകാവ് തെക്കുംചേരി എന്ന സ്ഥലത്തും, ഒരു ഭാഗം വൈക്കം ക്ഷേത്രത്തിലെ തെക്കേ നടയിലും, മറ്റൊരു ഭാഗം വൈക്കം ക്ഷേത്രത്തിന് വടക്കുഭാഗത്തുള്ള കൂട്ടുമ്മേൽ വടക്കുംചേരി എന്ന സ്ഥലത്തും ചെന്നു വീണു. ഈ 3 സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങൾ ഉണ്ടായി. പനച്ചിക്കൽ ഭഗവതി ക്ഷേത്രം, തെക്കുംചേരി അരിമ്പുകാവ് ഭഗവതി ക്ഷേത്രം, വടക്കുംചേരി കൂട്ടുമ്മേൽ ഭഗവതി ക്ഷേത്രം എന്നിവയാണ് ആ 3 ക്ഷേത്രങ്ങൾ. വ്യാഘ്രപാദ മഹർഷിയുടെ അഭ്യർത്ഥന പ്രകാരം ഗണപതി ബലിക്കൽപുരയിൽ കുടിയിരുന്നു. അടുത്ത ഗണപതി പ്രതിഷ്ഠ ക്ഷേത്രത്തിലെ ഉപക്ഷേത്രമായ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. ശ്രീകൃഷ്ണ പ്രതിഷ്ഠയ്ക്ക് സമീപം തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായാണ് ഈ ഗണപതി പ്രതിഷ്ഠ. ഈ ഉപക്ഷേത്രത്തോളം പഴക്കമേയുള്ളൂ ഈ പ്രതിഷ്ഠയ്ക്കും. വിഘ്നേശ്വര പ്രീതിക്കായി ദിവസവും ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തി വരുന്നുണ്ട്. കൂടാതെ ഒറ്റയപ്പം, മോദകം, കറുകമാല, നാളികേരമുടയ്ക്കൽ തുടങ്ങിയവയും പ്രധാന വഴിപാടുകളാണ്. ഇനി പനച്ചിക്കൽ ഭഗവതി. ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് ശ്രീകോവിലില്ലാതെ ഒരു തറയിലാണ് പനച്ചിക്കൽ ഭഗവതിയുടെ പ്രതിഷ്ഠ. മേൽക്കൂരയില്ലാതെ കുടികൊള്ളുന്നതിനാൽ വനദുർഗയാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ
ശ്രീ ഭദ്രകാളി ഭാവവും ഭഗവതിക്ക് ഉണ്ട്. ഗണപതിയുടെ ഭൂതഗണങ്ങളിൽ ഒരാളായ തൃശൂലി കൊലപ്പെടുത്തിയ യക്ഷിയുടെ അവശിഷ്ടങ്ങളിൽ തല വന്നു വീണ ഭാഗത്താണ് ഈ പ്രതിഷ്ഠയെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭഗവതിക്ക് ദിവസവും വിളക്കുവെപ്പും നിവേദ്യവും ഉണ്ട്. നാഗദൈവങ്ങൾ. പനച്ചിക്കൽ ഭഗവതിയുടെ തറയ്ക്ക് തൊട്ടുപിറകിലാണ് നാഗത്തറ. ഇവിടെ നാഗരാജാവായ വാസുകിയും നാഗയക്ഷിയുമാണ് പ്രധാനം. കൂടാതെ വേറെയും ഒരുപാട് നാഗങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നാഗദൈവങ്ങൾക്ക് ദിവസവും 100 പാലും നേദിക്കാറുണ്ട്. കൂടാതെ സർപ്പം പാട്ട്, മഞ്ഞൾ പൊടി അഭിഷേകം തുടങ്ങിയവയും പ്രധാനമാണ്. തുടർച്ച അടുത്ത പങ്ക്തിയിൽ. നന്ദി, നമസ്കാരം.